ഹായ് ഫ്രണ്ട്സ്, ഇന്ന് പറയാൻ പോകുന്നത് ബൂസ്റ്റിനെ കുറിച്ചിട്ടാണ്. ബൂസ്റ്റ് എൻ്റെ കുഞ്ഞുനാൾ മുതൽ ഫേവറേറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ. അതിനെ കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത്. ബൂസ്റ്റ് കുടിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറ്റ് ബാലൻസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് പോഷകാഹാരം ആവശ്യമുള്ളവർക്ക്. പക്ഷേ ഇത് എല്ലാത്തിനും അനുയോജ്യമായിട്ടുള്ളൊരു പരിഹാരമൊന്നുമല്ല. വിറ്റാമിൻ ബി, വിറ്റാമിൻ ഡി, കാൽഷ്യം, അയേൺ, സിങ്ക് തുടങ്ങിയ ആവശ്യമായുള്ള പോഷകങ്ങൾ നൽകുന്നുണ്ട്. സ്റ്റാമിന വർദ്ധിപ്പിക്കാനുള്ള ഒരു മാർഗമായിട്ട് വിപണനം ചെയ്യപ്പെടുന്ന ഒരു പ്രൊഡക്റ്റാണിത്. അതുപോലെ തന്നെ വർദ്ധിച്ച പോഷകാവശ്യതകൾ അനിവാര്യമാണ് എന്നുള്ളവർക്ക് ബൂസ്റ്റ് സഹായകരമാകുന്നുണ്ട്. ചില ബൂസ്റ്റ് ഉൽപ്പന്നങ്ങൾ ശരീരഭാരം വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ അധിക കലോറി നൽകുന്നതിനും രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. ബൂസ്റ്റ് നിങ്ങൾക്ക് അനുയോജ്യമാണോ എന്ന് നിർണ്ണയിക്കാനായിട്ട് ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലിനെയോ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത ഡയറ്റീഷ്യനെയോ കൂടി ആലോചിക്കുന്നത് നല്ലതാണ്. ബൂസ്റ്റ് ഉപയോഗത്തിനായുള്ള ഏറ്റവും നല്ല സമീപനം വ്യക്തിഗത ആവശ്യങ്ങളെയും ആരോഗ്യ സാഹചര്യങ്ങളെയും ആശ്രയിച്ചിട്ടാണ്. അതുപോലെ തന്നെ ബൂസ്റ്റ് ഉൽപ്പന്നങ്ങളിൽ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രമേഹമുള്ള വ്യക്തികൾ ഈ ഒരു ഉൽപ്പന്നം ഒഴിവാക്കുകയാണ് നല്ലത്. ഭക്ഷണക്രമത്തിൽ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതിന് മുന്നേ ഒരു ഡയറ്റീഷ്യനെ കാണുന്നത് വളരെ നല്ലതായിരിക്കും. ചില വ്യക്തികളിൽ സൈഡ് എഫക്റ്റ് ഒക്കെ ഉണ്ടാകാനായിട്ട് വളരെയധികം ചാൻസസ് കൂടുതലാണ്. മലബന്ധം, വയറിളക്കം, അല്ലെങ്കിൽ വയറ് വീർക്കൽ, ദഹന പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാകാനൊക്കെ ചാൻസസ് കൂടുതലാണ്. മരുന്നുകളുമായിട്ടുള്ള പ്രതിപ്രവർത്തനം, തുടർച്ചയായിട്ട് മരുന്ന് എന്തെങ്കിലും കഴിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ചിലപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞാൽ സൈഡ് എഫക്റ്റ് ഒക്കെ ഉണ്ടാകാനായിട്ട് ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഒരു ഡയറ്റീഷ്യനെ കണ്ടുകൊണ്ട് മാത്രം ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാനായിട്ട് നോക്കുക. എന്തെങ്കിലും തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരാണ് നിങ്ങളെങ്കിൽ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലിനെ സമീപിച്ചതിന് ശേഷം മാത്രമേ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ ഇത് കുടിച്ചു കഴിഞ്ഞാൽ തലവേദന, ഓക്കാനം അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ട് ചാൻസസ് കൂടുതലാണ്. സാധാരണയായിട്ട് ദഹന സംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകളാണ് സൈഡ് എഫക്റ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്നിരുന്നാലും പതിവ് ഉപയോഗത്തിലൂടെ ഇത്തരം പ്രശ്നങ്ങളെല്ലാം കുറഞ്ഞു വരും എന്നുള്ളതാണ്. ബൂസ്റ്റ് ഡ്രിങ്കുകളെല്ലാം പോഷക സമ്പുഷ്ടമാക്കുന്നതിനാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അമിതമായിട്ട് കഴിക്കുകയാണെങ്കിൽ വളരെയധികം ദോഷം ചെയ്യും. തുടർച്ചയായിട്ട് മരുന്ന് കഴിക്കുന്നവർ ഷേക്കുകൾ പോലെയുള്ള ബൂസ്റ്റ് ഡ്രിങ്കുകളൊക്കെ ഒഴിവാക്കാനായിട്ട് നോക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഇൻട്രാക്ട് ചെയ്യാനായിട്ട് ചാൻസസ് വളരെയധികം കൂടുതലാണ്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ബൂസ്റ്റിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ബൂസ്റ്റ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക.